പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ വീണ്ടും ഭീകരാക്രമണം. ബലൂചിസ്ഥാൻ തലസ്ഥാനമായ ക്വറ്റയിൽ നിന്ന് ടഫ്താനിയിലേക്ക് പോകുകയായിരുന്ന സൈനിക വാഹന വ്യൂഹത്തിന് നേരെയാണ് ഭീകരർ ആക്രമണം നടത്തിയത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി രേണുക രാജേന്ദ്രൻ ചേരുന്നു. രേണുക, വീണ്ടും ഭീകരാക്രമണം ഉണ്ടായിരിക്കുന്നു. ഇതിൽ 7 സൈനികർ കൊല്ലപ്പെട്ടു എന്ന വിവരങ്ങൾ ലഭിക്കുന്നു. മറ്റു വിവരങ്ങൾ? അതേ വൃന്ദ, പാകിസ്ഥാനിൽ വീണ്ടും ഭീകരൊരാക്രമണം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പോലും ഈ ട്രെയിൻ റാഞ്ചിയ ഒരു സംഭവം പാകിസ്ഥാനിൽ ഉണ്ടായിട്ടുണ്ട്. വീണ്ടും അതേ പാകിസ്ഥാനിൽ തന്നെ ഭീകരരുടെ ഒരു ആക്രമണം ശക്തമായി നടക്കുന്നുണ്ട്. ഒരു തുടർക്കഥയായ രീതിയിൽ തന്നെ വീണ്ടും പാകിസ്ഥാനിൽ പല രീതിയിലുള്ള ആക്രമണം നടക്കുന്നുണ്ട്. പാകിസ്ഥാനിന് നേരെ ഭീകരരുടെ ഒരു ആക്രമണം ശക്തമായ രീതിയിൽ നടന്നതിനെ തുടർന്ന് തന്നെ പാക് സൈനികരുടെ വാഹന വ്യൂഹം നിലവിൽ ആക്രമിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ 90 സൈനികർ കൊല്ലപ്പെട്ടുവെന്ന് ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ പക്കൽ നിന്നും ഒരു വിവരം ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 7 സൈനികരും കൊല്ലപ്പെട്ടുവെന്ന പാക് പോലീസും വിവരം നൽകുന്നുണ്ട്. നിലവിലൊരു നിർണായകമായൊരു വിവരം, അല്ലെങ്കിൽ നിലവിൽ എത്ര പേര് ഇതിൽ ആക്രമണത്തിന് ഇരയായെന്നൊരു കാര്യത്തിൽ നിർണായകമായൊരു വിവരം കൂടി വരേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ചാവേർ ഉൾപ്പെടെ ഉപയോഗിച്ചാണ് ഈ ഒരു ഭീകരരെ ആക്രമിച്ചതെന്നൊരു വിവരം കൂടെ നിലവിൽ നിൽക്കുന്നുണ്ട്. എന്നാലും തുടർക്കഥയാവുന്ന രീതിയിൽ തന്നെ പാകിസ്ഥാനിൽ വീണ്ടും ഓരോരു ദിനം പ്രതി ഓരോരോ കേസുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് വൃന്ദ.